Hello friends, welcome to another video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ കാണിക്കാൻ പോകുന്നത് സ്ട്രീക്കിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് ആണ്. സ്കാനർ എന്ന് പറയും. നമ്മൾ ലോഗിൻ ചെയ്തിട്ട് ഇവിടെ സ്കാനറിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കാനറിൽ വരാൻ പറ്റുന്നതാണ്. സ്കാനർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക കണ്ടീഷനിൽ വന്നിട്ടുള്ള സ്റ്റോക്കുകളെ നമുക്ക് തരംതിരിച്ചെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു പ്രത്യേക കണ്ടീഷനിൽ ഒരു സ്റ്റോക്ക് വരുമ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കും, അതിലൊരു ആക്ഷൻ എടുക്കാൻ, അതായത് ബൈ എടുക്കാൻ അല്ലെങ്കിൽ സെൽ എടുക്കാനുള്ള ഒരു ആക്ഷൻ ലഭിക്കും. അതാണ് സ്ട്രാറ്റജി. പക്ഷെ സ്കാനറിൽ അത് ലഭിക്കുന്നില്ല. പകരം കുറേയധികം സ്റ്റോക്കുകൾ എടുത്തിട്ട് ഇപ്പോൾ ഒരു നിഫ്റ്റി 50 എല്ലാ സ്റ്റോക്കുകളും നമുക്ക് സ്കാൻ ചെയ്യാനാണെങ്കിൽ അതിലൊരു ആ സ്റ്റോക്കുകളെല്ലാം കൊടുത്തിട്ട് അതിൽ ഒരു പ്രത്യേക കണ്ടീഷനിൽ വരുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് സ്കാനറിന്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, പോപ്പുലർ സ്കാൻസിൽ കുറച്ചധികം സ്കാനുകൾ അവർ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് പല പല സ്ട്രാറ്റജികളുണ്ട്. ബുള്ളിഷ്, ബെയറിഷ്, അതുപോലെ ടോപ്പ് ഗെയിനേഴ്സ്, ടോപ്പ് ലൂസേഴ്സ് ഇവിടെയുണ്ട്. പിന്നെ താഴ്ത്തു വന്നിട്ടുണ്ടെങ്കിൽ ഇൻട്രാഡേ ബുള്ളിഷ്, ഇൻട്രാഡേ ബെയറിഷ് അങ്ങനെയുണ്ട്. ഇവിടെ 15 മിനിറ്റ് ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി ഉണ്ട്. ഒരു സ്കാനറുണ്ട് 15 മിനിറ്റ് ഓപ്പണിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് ഒരു സ്ട്രാറ്റജി ഞാൻ എങ്ങനെ ചെയ്യുന്നത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അത് പോയിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്ട്രാറ്റജിയിലോട്ട് പോകാനായിട്ട് സാധിക്കും. അവിടെ ഇങ്ങനെ അതെങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അവിടെ കാണിച്ചിട്ടുണ്ട്. മറ്റുള്ള കുറച്ച് സ്റ്റോക്കുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ വേണമെങ്കിൽ ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ബൈ ഉണ്ട്, സെല്ലുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഈ ചാർട്ടിൻ്റെ സിമ്പിളിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ഇൻഡിക്കേറ്റേഴ്സും മീൻസ് അതായത് സമ്മറി ടെക്നിക്കൽസും അതിൻ്റെ സ്കാനറിൻ്റെ എത്ര എണ്ണം ബുള്ളിഷാണ്, എത്ര ഇൻഡിക്കേറ്റർ ബുള്ളിഷ് ആണ്, എത്ര ഇൻഡിക്കേറ്റേഴ്സ് ബിയറിഷ് ആണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത് പല പല ടൈം ഫ്രെയിമുകളിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കാണുന്ന ഹവറിൻ്റെ ആണ്. 30 മിനിറ്റ് കാണാൻ പറ്റും, 5 മിനിറ്റ് കാണാൻ പറ്റും. അതേപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസ് ടെക്നിക്കൽസിൽ പോയിട്ടുണ്ടെങ്കിൽ ഓസിലേറ്റർ, മൂവിങ് ആവറേജസ്, പിന്നെ അതേപോലെ വേറെ ADI, CCI, RSI, ഓസം ഓസിലേറ്റർ, മൊമെന്റം, അങ്ങനെ കുറേയധികം ഇൻഡിക്കേറ്ററുകളും അവയുടെ പൊസിഷൻസും അല്ലെങ്കിൽ സിഗ്നൽസും കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി സ്ട്രാറ്റജീസിൽ പോയിട്ടുണ്ടെങ്കിൽ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഡിഫോൾട്ട് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് അവിടെ കാണുന്നുണ്ട്. നമുക്ക് അതിൽ വേണമെങ്കിൽ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക, അതിനുശേഷം ഇത് ഡിപ്ലോയ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിൽ വേറെയും കുറച്ചധികം സ്കാനറുണ്ട്. അത് ഈ പവർ ഗ്രിഡ് എന്ന് പറയുന്ന സ്റ്റോക്ക് വന്നിട്ടുള്ള സ്കാനറുകൾ, അത് ഏതൊക്കെയാണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് ഇഷ്ടമുള്ളൊരു സ്കാനർ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പം അതിനായിട്ട് ജസ്റ്റ് ബാക്ക് അടിക്കുകയാണ്. ഇവിടെ ഏറ്റവും മുകളിൽ വന്നിട്ടുള്ള അവിടെ ന്യൂ സ്കാൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഞാനിപ്പോൾ ഇന്നിവിടെ ജസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓപ്പൺ ഈക്വൽ ടു ഹൈ എന്നുള്ള ഒരു സ്കാനർ നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം. അപ്പം അതിന് നിഫ്റ്റി 100 എടുക്കുന്നു. ഇവിടെ 1 മിനിറ്റ് ആണ് ടൈം ഫ്രെയിം. ഇവിടെ ക്യാൻഡിൽ സ്റ്റിക്ക്. അതിനുശേഷം നമുക്ക് ഇവിടെ ഓപ്പറേഷൻ, അതിൽ ഓപ്പറേഷൻ്റെ അവിടെ കണ്ടീഷൻ്റെ അവിടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 3 തരത്തിലുള്ള സാധനങ്ങൾ കിട്ടും. ഒന്ന് ഇൻഡിക്കേറ്റർ, ബ്രാക്കറ്റ്, മാത്ത് ഫംഗ്ഷൻ. അപ്പോൾ ഞാനിവിടെ ഇൻഡിക്കേറ്റർ ആണ് കൊടുക്കുന്നത്. അതിനുശേഷം ഓപ്പൺ, അതിൽ വേറെ ഒന്നും കൊടുക്കാനില്ല, ജസ്റ്റ് ഓപ്പൺ. അത് കഴിഞ്ഞിട്ട് അടുത്ത എന്താണെന്നുള്ള ആഡ് ചെയ്യുക. അവിടെ നമുക്ക് പല തരത്തിലുള്ള ഓപ്ഷൻ കിട്ടും. ബ്രാക്കറ്റ്, മാത്ത് ഓപ്പറേറ്റർ, ആൻഡ് ഓർ കമ്പാരിറ്റർ. ഞാനിവിടെ കമ്പാരിറ്റർ എടുക്കുന്നു. അതിനുശേഷം ഈക്വൽ ടു സെലക്ട് ചെയ്യുന്നു. ഇനി പിന്നെയും ഇൻഡിക്കേറ്ററാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഹൈ കൊടുക്കുന്നു. ഓക്കെ,
ഇവിടെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ജസ്റ്റ് ഡൺ കൊടുക്കാം. ഇവിടെ 1 മിനിറ്റ് അല്ല നമ്മൾ കൊടുക്കേണ്ടത്, നമ്മൾ ഒരു ദിവസത്തെ മൊത്തം ആണ് നോക്കേണ്ടത്. അപ്പം ഇവിടെ ക്യാൻഡിൽ 1 ഡേ ക്യാൻഡിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ജസ്റ്റ് സ്കാൻ ഒരു പേര് കൊടുക്കുന്നു, സ്കാൻ കൊടുക്കുന്നു. സ്കാൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇന്നത്തെ ഓപ്പൺ ഈക്വൽ ടു ഹൈ എന്നുള്ള കുറച്ച് സ്റ്റോക്സ് കിട്ടും. അത് നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്കുകളെല്ലാം നമുക്ക് ഒന്നുകിൽ ഒരു ബാസ്ക്കറ്റ് ആക്കി മാറ്റാം. ഇവിടെ ക്രിയേറ്റ് ബാസ്ക്കറ്റിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതല്ല ക്രിയേറ്റ് സ്ട്രാറ്റജിയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോയിട്ട് നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടാക്കാം. ഞാൻ ജസ്റ്റ് ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാനായിട്ട് എടുത്തു. അതിനുശേഷം ഞാനിവിടെ ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യാണ്. ഉദാഹരണത്തിന് ഇന്നലത്തെ ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി. ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്തത് ഓപ്പൺ ഈക്വൽ ടു ഹൈ ആണ്. അപ്പം ഇന്നലത്തെ ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയ സ്റ്റോക്കുകൾ, അതായിരിക്കും ഇതിന് പറ്റിയ സ്ട്രാറ്റജി സെറ്റ് ചെയ്യാനാണ്. അതായത് ഓപ്പൺ ഈക്വൽ ടു ഹൈ എന്ന് പറയുമ്പോഴത്തേക്ക് ആ സ്റ്റോക്കുകൾ ഒരു ബിയറിഷ് അപ്പിയറൻസ് ഉള്ള സ്റ്റോക്കുകളാണ്. അപ്പം ഇവിടെ ജസ്റ്റ് സെല്ല് കൊടുക്കുന്നു. ഈ 1 അവർ എന്നുള്ളത് മാറ്റിയിട്ട് 1 മിനിറ്റ് ആക്കുന്നു. അതിനുശേഷം ക്വാണ്ടിറ്റി 10 കൊടുക്കുന്നു. പ്രീവിയസ് എൻ ക്യാൻഡിൽ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഹൈ എന്നുള്ളത് മാറ്റിയിട്ട് ലോ ആക്കുന്നു. അതായത് എസ്റ്റർഡേസ് ലോ ആണ് നമുക്ക് വേണ്ടത്. അതുപോലെ ഇവിടെ ഓഫ് സെറ്റ് എന്നുള്ള -1 ആണ്. ഇന്നലത്തെ ക്യാൻഡിൽ ഇന്നലത്തെ ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് -1 കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ക്യാൻഡിൽ ഡേ ക്യാൻഡിൽ തന്നെയാണ്. അപ്പോൾ അത് കൊടുക്കുന്നു. അതിനുശേഷം സേവ് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് ഒരു 1%, ടാർഗറ്റ് 2% കൊടുത്തു നോക്കാം. അതിനുശേഷം താഴോട്ട് വന്നിട്ട് സ്ട്രാറ്റജിക്ക് ഒരു നെയിം, ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നു. അപ്പം ഇവിടെ നമുക്ക് ഓരോ ദിവസവും ഈ സ്കാനിൽ വരുന്ന സ്റ്റോക്കുകൾ ഡിഫറെന്റ് ആയിരിക്കും. അപ്പം അതനുസരിച്ച് നമുക്ക് ഓരോ ദിവസവും സ്കാനിൽ സെലക്ട് ചെയ്തിട്ട് നമുക്കതിൽ ഇതേപോലെ ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഇന്ന് രാവിലെ ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഓപ്പൺ ഈക്വൽ ടു ലോ ഒരു 9:20 ആകുമ്പോൾ നമ്മൾ ഈ സ്കാൻ റൺ ചെയ്യുന്നു. അതിനുശേഷം ആ പർട്ടിക്കുലർ സ്റ്റോക്കുകൾ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ഈ ഒരു എസ്റ്റർഡേസ് ലോ ബ്രേക്ക് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആക്യുറസി, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഉള്ള റിസൾട്ട് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇവിടെ നോക്കിയില്ല, നമുക്ക് കോൾ ഇന്ത്യ ആണ് നല്ല റിസൾട്ട് തന്നിട്ടുള്ള സ്റ്റോക്കുകൾ. അപ്പം വേണമെങ്കിൽ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡിപ്ലോയ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഓൾറെഡി കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഡിപ്ലോയ്മെന്റ് ടൈപ്പ് നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ പുതിയ അപ്ഡേറ്റ്സ് ആണ്. പേപ്പർ ട്രേഡിംഗ് ആക്കാം. അതായത് ആക്ച്വലി നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഓൺ പേപ്പർ നമ്മുടെ ഈ സ്ട്രാറ്റജി ശരിക്കും വർക്ക്ഔട്ട് ആകുമോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അത് സ്ട്രാറ്റജി, അതുപോലെ സ്ട്രാറ്റജി ലൈവ് എന്നുള്ളത് മാറ്റിയിട്ട് വേണമെങ്കിൽ 1 ഡേ സ്ട്രാറ്റജി ലൈവ് ഫോർ 1 ഡേ എന്നുള്ളത് മാറ്റി 1 വീക്കോ 3 ഡേയ്സോ, അതേപോലെ തന്നെ സ്ട്രാറ്റജി സൈക്കിൾ വേണേൽ 1 or 2 1 മതിയായിരിക്കും, അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ MIs എന്ന് പറഞ്ഞിട്ടുണ്ട്, റെഗുലർ എന്ന് പറഞ്ഞിട്ട് റെഗുലർ അല്ലെങ്കിൽ ബ്രാക്കറ്റ് റോഡ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം കൺഫേം കൊടുത്തിട്ടുണ്ടെങ്കിൽ വെയിറ്റിംഗ് സ്റ്റാറ്റസിലോട്ട് ഡിപ്ലോയിഡിൽ വെയിറ്റിംഗ് സ്റ്റാറ്റസിൽ വന്നിരിക്കുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഈ സ്കാൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ മൈ സ്കാൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ സ്കാനുകൾ അവിടെ കാണാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്കാൻ നൗ കൊടുത്തു കഴിഞ്ഞാൽ നാളത്തെ നമുക്ക് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നാളെ ജസ്റ്റ് കയറിയിട്ട് ആ സ്കാൻ നൗ കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളത്തെ സ്റ്റോക്കുകൾ, നാളത്തെ ഓപ്പൺ ഈക്വൽ ടു ഹൈ ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഇതിൽ സ്കാൻ ആയിട്ട് വരും. ഓക്കെ ഫ്രണ്ട്സ്, സോ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് സ്കാനർ നല്ല എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങൾ ഇതുവരെ സ്ട്രീക്കിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ സ്ട്രീക്ക് അവൈലബിൾ ആയിട്ടുള്ള സെറോദയുടെ പ്ലാറ്റ്ഫോംസിലൂടെയാണ്. അപ്പം അതിന് സ്ട്രീക്ക് അവൈൽ ചെയ്യാനായിട്ട് സെറോദയുടെ അക്കൗണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ സെറോദ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്കും അതേപോലെ എങ്ങനെ ഓപ്പൺ ചെയ്യാനുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ള അതിൻ്റെ ലിങ്കും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ താങ്ക് യു വൺ ആൻഡ് ഓൾ.